ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ എംപി സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനുള്ള നീക്കങ്ങൾ പാർലമെന്റിൽ സജീവമാവുകയാണ്. ബിജെപി എംപി നിഷികാന്ത് ദുബെ രാഹുൽ ഗാന്ധിക്കെതിരെ സഭയിൽ സബ്സ്റ്റാൻസീവ് മോഷൻ അവതരിപ്പിച്ചിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾ രാജ്യത്തെ വിഭജിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നും അതിനാൽ അദ്ദേഹത്തെ എംപി സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്നുമാണ് ബിജെപി ഉന്നയിച്ച ആവശ്യം. ഇന്ത്യ-US വ്യാപാര കരാറിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവനകളെ മുൻനിർത്തിയാണ് ഭരണപക്ഷം ഈ നീക്കം ശക്തമാക്കിയിരിക്കുന്നത്. സർക്കാർ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന രാഹുലിന്റെ ആരോപണം സഭയോടുള്ള അവഹേളനമാണെന്നാണ് ബിജെപി ഉന്നയിക്കുന്ന പ്രധാന വാദം. ഈ നീക്കം ഭരണഘടനാപരമായി എത്രത്തോളം നിലനിൽക്കും എന്നതിനെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ബിജെപിയുടെ നീക്കം പാളുമെന്ന് ഉറപ്പാണ്. പാർലമെന്റിന് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട അംഗത്തെ പുറത്താക്കാൻ അധികാരമുണ്ടെങ്കിലും അത് ഭരണഘടനാപരമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 105 പ്രകാരം പാർലമെന്റ് അംഗങ്ങൾക്ക് ചില പ്രത്യേക അവകാശങ്ങളും സംരക്ഷണവും നൽകുന്നുണ്ടെങ്കിലും സഭയുടെ മര്യാദകൾ ലംഘിക്കുന്ന അംഗത്തെ പുറത്താക്കാൻ പാർലമെന്റിന് അധികാരമുണ്ട്. മുൻപ് സുബ്രഹ്മണ്യ സ്വാമി, സാക്ഷി മഹാരാജ്, ഛത്രപാൽ ലോധി തുടങ്ങിയവർ ഇത്തരത്തിൽ സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ചരിത്രമുണ്ട്. എന്നാൽ ഈ അധികാരം അനിയന്ത്രിതമാണോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. പാർലമെന്റ് എടുക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ അന്തിമമല്ലെന്നും അവ സുപ്രീം കോടതിയുടെ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണെന്നും ഇന്ത്യൻ നിയമവ്യവസ്ഥ വ്യക്തമാക്കുന്നുണ്ട്. 2005 പ്രശസ്തമായ രാജ റാംപാൽ കേസ് ഈ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അന്ന് ക്യാഷ് ഫോർ ക്വറി വിവാദത്തിൽ 11 എംപിമാരെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയപ്പോൾ സുപ്രീം കോടതി ഒരു സുപ്രധാന നിരീക്ഷണം നടത്തിയിരുന്നു. പാർലമെന്ററി പ്രിവിലേജുകൾ സുപ്രീം കോടതിയുടെ പരിശോധനയ്ക്ക് അതീതമല്ലെന്നായിരുന്നു ആ വിധി. അതായത് പാർലമെന്റ് എടുക്കുന്ന തീരുമാനങ്ങൾ ഏകപക്ഷീയമോ ഭരണഘടനാ വിരുദ്ധമോ ആണെങ്കിൽ കോടതിക്ക് അത് റദ്ദാക്കാം. ഭരണഘടനയാണ് ഇന്ത്യയിൽ പരമാധികാരമെന്നും പാർലമെന്റോ നിയമസഭകളോ അതിന് മുകളിലല്ലെന്നും സുപ്രീം കോടതി അന്ന് അടിവരയിട്ടു. ഇതിലൂടെ സഭയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പോലും ഭരണഘടനാപരമായ ലംഘനം നടന്നാൽ കോടതിക്ക് ഇടപെടാമെന്ന് ഉറപ്പാണ്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നിയമ പോരാട്ടങ്ങൾ പുതിയതല്ല. 2023 മോദി പരാമർശവുമായി ബന്ധപ്പെട്ട അപകീർത്തി കേസിൽ സൂറത്ത് കോടതി രാഹുലിനെ ശിക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിന് എംപി സ്ഥാനം അയോഗ്യതയുടെ നഷ്ടമായിരുന്നു. എന്നാൽ അന്ന് സുപ്രീം കോടതി ഇടപെട്ട് ആ ശിക്ഷാവിധി സ്റ്റേ ചെയ്തതോടെയാണ് രാഹുൽ ഗാന്ധിക്ക് തന്റെ ലോക്സഭാംഗത്വം തിരികെ ലഭിച്ചത്. ഇതിന് സമാനമായ മറ്റൊരു വിധി 2025 ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് പുറപ്പെടുവിച്ചിരുന്നു. സുനിൽകുമാർ സിംഗ് കേസിൽ ഒരു ജനപ്രതിനിധിയെ സഭയിൽ നിന്ന് സ്ഥിരമായി പുറത്താക്കുന്നത് അമിതമായ നടപടിയാണെന്ന് കോടതി നിരീക്ഷിച്ചു. ഒരു അംഗത്തെ പുറത്താക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അവകാശം മാത്രമല്ല, ആ മണ്ഡലത്തിലെ ലക്ഷക്കണക്കിന് വോട്ടർമാരുടെ പ്രാതിനിധ്യമാണ് ഇല്ലാതാകുന്നതെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. ശിക്ഷാ നടപടികൾ എപ്പോഴും കുറ്റത്തിന് അനുപാതമായിരിക്കണം എന്ന പ്രൊപ്പോർഷണാലിറ്റി തത്വവും കോടതി ഉയർത്തിക്കാട്ടി. ബിജെപി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന സബ്സ്റ്റാൻസീവ് മോഷൻ പാർലമെന്റ് പാസാക്കിയാൽ രാഹുൽ ഗാന്ധിക്ക് മുന്നിലുള്ള വഴി സുപ്രീം കോടതിയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32 പ്രകാരം മൗലികാവകാശ ലംഘനം ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിന് റിട്ട് ഹർജി ഫയൽ ചെയ്യാം. സഭയിൽ തന്റെ ഭാഗം വിശദീകരിക്കാൻ മതിയായ അവസരം നൽകിയോ സ്വാഭാവിക നീതിയുടെ തത്വങ്ങൾ പാലിച്ചാണോ നടപടിയെടുത്തത് തുടങ്ങിയ കാര്യങ്ങൾ സുപ്രീം കോടതി പരിശോധിക്കും. പാർലമെന്റിലെ ഭൂരിപക്ഷം ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രേരിതമായാണ് ഒരു അംഗത്തെ പുറത്താക്കുന്നതെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ആ തീരുമാനം റദ്ദാക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. ലോക്സഭാ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന വിമർശനങ്ങൾ സഭയുടെ പ്രത്യേക അവകാശങ്ങളുടെ ലംഘനമാകുമോ അതോ അതൊരു ജനപ്രതിനിധിയുടെ അവകാശമാണോ എന്ന കാര്യത്തിലാകും വരും ദിവസങ്ങളിൽ സുപ്രീം കോടതിയിൽ വാദം നടക്കുക. പാർലമെന്റും ജുഡീഷ്യറിയും തമ്മിലുള്ള അധികാര പരിധിയെക്കുറിച്ചുള്ള വലിയൊരു ഭരണഘടനാ ചർച്ചയ്ക്കാണ് ഈ നീക്കം വഴി തുറന്നിരിക്കുന്നത്. രാഷ്ട്രീയമായ വിയോജിപ്പുകളെ പുറത്താക്കൽ നടപടികളിലൂടെ നേരിടുന്നത് ജനാധിപത്യത്തിന് ഗുണകരമാണോ എന്ന ചോദ്യവും ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. ഏതായാലും പാർലമെന്റിന്റെ വരാനിരിക്കുന്ന നീക്കങ്ങളും അതിന്മേൽ സുപ്രീം കോടതി സ്വീകരിക്കുന്ന നിലപാടുകളും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായകമാകും.